ഏയ് വല്യച്ഛനും ചാത്തുട്ടി സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, എന്ന് വരും കേട്ടോ. അടുപ്പത്ത് വെച്ചത് എന്തായാവോ? ആയിട്ടില്ല, ഞാൻ വാങ്ങി വെച്ചോളാം. എന്തോരം പറഞ്ഞാലും നീ കേക്കില്ല. നിനക്ക് ഇപ്പോഴേ കുളിക്കാൻ നേരമുള്ളൂ. എടാ പുഷ്പാകര, നിന്റെ കുട്ടിക്കത്തം ഉണ്ടാക്കാൻ നീ താഴെ ഇറങ്ങ്, കാര്യം കഴിക്കും. എന്തൊരു കഷ്ടാണ്. വീട്ടിലൊരു പെണ്ണുള്ള കാരണം സമാധാനമായി പുറത്തിറങ്ങാൻ വയ്യാണ്ടായല്ലോ. ഈ ചെക്കന് ഇതെന്ത് പറ്റിപ്പോയി? എത്ര ദിവസം ഇങ്ങനെ തീവണ്ടി ഓഫീസിലേക്ക് നടക്കുക? ഇനി വരുമ്പോ വരട്ടെ. അല്ല, എന്താ ഭാവം? കളിപ്പിക്കുക? ഇന്ന് വരുന്നും പറഞ്ഞ് പാവം വല്യച്ഛനും ചാത്തുട്ടിയും എത്ര ദിവസമായി സ്റ്റേഷനിൽ വരുന്നേ? നോക്കിക്കോ, ഇനി വല്യച്ഛനും വരില്ല, ചാത്തുട്ടിയും വരില്ല, ആരും വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ആരും സ്റ്റേഷനിൽ വന്നില്ലെങ്കിലും ഞാൻ വരാം കേട്ടോ.
കൗസല്യ, ദേ നിന്നെ ആ വ്യസനം മാപ്പിള വിളിക്കുന്നു. വല്ല പണിക്കുമായിരിക്കും. എന്താ കാര്യം പണിയെടുത്തിട്ട്? മനസ്സറിഞ്ഞ് 10 പൈസ തരില്ല. മക്കിയാ മാപ്പിള. എന്റെ അടുത്ത് ഇപ്പൊ പറയാറില്ല. ഞാൻ പോണു, നീ പുറകെ വാ. കൗസല്യ, ഞാൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നു. എന്താണോ എനിക്ക് എടുത്തു വെച്ചിരിക്കണേ? കൗസല്യ, 5-6 മണി നെല്ലുണ്ട്, ഒന്ന് കുത്തിത്തായോ? എനിക്ക് പണ്ടത്തെ പോലെ നെല്ലും ചാക്കും ചുവന്നുകൊണ്ട് ഓടാൻ വയ്യ. 5-6 മണി നല്ലല്ലേ ഉള്ളൂ. അത് മടിയിലിട്ടോണ്ട് പോയാ പോരെ? നീ തമാശ പറയാതെ ഒന്ന് വന്നേ. അയ്യോ, ഇന്നിനി വയ്യ. നേരം ഇരുട്ടി. ഞാൻ നാളെ എങ്ങാനും വരാം. നാളെ നീ എപ്പോഴാ വരിക? എവിടാ വരിക? എങ്ങനാ? എന്റെ പൊന്നും കുരിശ് മുത്തപ്പായ ഒരെത്തും പിടിയും കിട്ടണില്ലേ? അവിടാണ് ഒരു മണി അരിയില്ല. അല്ല കൗസല്യേ, ആ കുട്ടി ഇന്നും വന്നില്ലല്ലേ? ആൾക്കാരെന്തൊക്കെയാ പറയണേ? എങ്ങനെയൊക്കെ തീവണ്ടി ഇടിച്ചു എന്നോ, പാളം തെറ്റിയെന്നോ, മറിഞ്ഞു എന്നോ, വെള്ളപ്പൊക്കം ഉണ്ടായെന്നോ? ഇതൊക്കെ കേട്ടാ അമ്മേന്ന് എങ്ങനെയാ മനസമാധാനം ഉണ്ടാകുക? ആ തവണയാണ് ഈ വയസ്സായിട്ടിരിക്കുകയാണ്. കമ്പി ഉള്ളും വന്നോ? അവിടെ കമ്പിയും വന്നില്ല, കിമ്പിയും വന്നില്ല. ഞാൻ നാളെ എങ്ങാനും വരാം. എനിക്ക് നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ സമയമില്ല. അല്ല, നേരെ എത്ര പെട്ടെന്ന് അന്ത്യേ. 100 കൂട്ടം ജോലി കിടക്കണം. അവിടെയാണെങ്കിൽ ആ പെണ്ണ് തനിച്ചേ ഉള്ളൂ. കൗസു, കൗസു, ആരാ? ഞാനാ ദേവസ്കുട്ടി. എന്റെ അമ്മേ, എന്തൊരക്രമമായി കാണിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകളുള്ളതാ. വല്ലവരും കാണും. അതൊന്നും സാരില്ലെന്ന്. എന്ത് സാരമില്ലെന്ന്? കിടക്ക്. ഷോ, ആ സൈക്കിൾ എടുത്ത് മാറ്റി വെക്കേ. അതെ, അപ്പം മാറ്റി. അവിടെ വെച്ചാലും വല്ലവരും കാണും. എന്റെ എത്ര നാളെത്തിയിട്ടുള്ള ആഗ്രഹ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ദേ, ഒരാള് തന്ന സമ്പാദ്യായത്. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാല്... കൗസു, നീ ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവരും കൂട്ടല്ല ഞാൻ. അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാനുണ്ട്. എന്റെ വാക്കേ വാക്കാ. നമുക്ക് കെടുക്കാം. ഉറങ്ങിപ്പോയ കാലത്തന്നെ വിളിച്ചേക്കണം കേട്ടോ. എനിക്ക് കറക്കാൻ പോണ്ടതാ. വെളിച്ചിരുന്നോട്ടെ കൗസു. നിങ്ങൾ എന്തായി പറയണേ? കുറച്ച് വെളിച്ചിരുന്നോട്ടെ. എന്നാ ഞാൻ അവിടുന്ന് പോവും. എന്നാ അങ്ങോട്ട് ചെല്ല്. കുറച്ച് വെളിച്ചിരുന്നോട്ടെ എന്റെ കൗസു. എന്താ പെണ്ണ് പറഞ്ഞത്? ഉണ്ണിത്തമ്പരാൻ വന്നോന്ന്. ഉണ്ണിത്തമ്പരാൻ വന്നോ? ഉണ്ണിയാ? വന്നോ?
കാത്തിരുന്ന് കണ്ണു കഴിച്ചു. അമ്മ എന്തിനാ കരയണേ? ഞാൻ കരയുന്നൊന്നുമില്ല, നീ വന്നല്ലോ. നിന്റെ അമ്മ നേരെ ചൊവ്വ എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അച്ഛൻ സ്റ്റേഷനിൽ വന്ന് കാത്തൊന്നും മടുത്തൂല്ലേ? നീ പറഞ്ഞോ. അച്ഛൻ സ്റ്റേഷനിൽ വന്നേ ആ. കാത്തൊന്നും മടുത്തൂല്ലേ? ആ. ദേ ഇതാ ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പം. വേടി പൊട്ടിച്ച ദേ പോക പോണൂന്ന് പറയും. ഈ കുന്ത്രാണ്ടം വെച്ചില്ലെങ്കിൽ ഒരു വസ്തുവും കേൾക്കില്ല. നിന്റെ അച്ഛനോട് തൊള്ള തുറന്ന് എനിക്ക് വയ്യാണ്ടായി. നിന്റെ അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? ഞാൻ വരണ കണ്ടാ പറയും ചാത്തൂട്ടിയാന്ന്, ചാത്തൂട്ടിയെ കണ്ടാ പറയും ഞാനാന്ന്. പിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും കാണാണ്ടായിട്ടില്ല. അല്ല, എന്താ ഇത്രയും താമസിക്കാൻ? വരണ വഴിക്ക് വെള്ളപ്പൊക്കവും ബഹളവും ഒക്കെ ആയിരുന്നു. കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. അല്ല, നിങ്ങൾ കഥയും കേട്ടോണ്ട് നിൽക്കുക. ആ പെട്ടിയും കിടക്കയും എടുത്ത് അകത്തേക്ക് വെക്കുക ദിവസം. എടുക്കാൻ പൊന്താത്തതാ പൊന്തിക്കണേ. ഒടുക്കം വന്നില്ലേ? എങ്ങനെയുണ്ട് ആള്? യാത്രയിലെ പൊടിയും കാറ്റും തട്ടി വരന്തോണ്ടാവും മുടി ഇങ്ങനെ. എണ്ണയൊന്നും തേക്കുണ്ടാവില്ല. വിചാരിച്ചിരുന്നേലും നിറണ്ട്. ഒന്നും പറയണ്ട എന്റെ ഉണ്ണിയെ. ഒരു ദിവസം 33 പ്രാവശ്യം ഞാൻ നിന്റെ അമ്മയായിട്ട് വഴക്കിടും. ജോലിയും പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ഈ വഴക്കും തമാശയൊക്കെ ഒരു രസാ. ചോദിക്കാൻ വിട്ടുപോയി, ഏതായി കുട്ടി? ഇത് നമ്മുടെ ഞാൻ എഴുതിയിരുന്നില്ല ഉണ്ണി. ഓ, ഞാനത് മറന്നു. എന്താ കുട്ടിയുടെ പേര്? അമ്മണിക്കുട്ടി. ഓ, അവക്ക് നാണം. ഇവളാ നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി. മോള് പോയി കൗസല്യോട് ഉണ്ണിക്ക് വിളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കാൻ പറ. നീ പോയി ചായ ഉണ്ടാക്ക. പാവം മെഡിക്കുക. അച്ഛനില്ലാത്തല്ലേ ഉണ്ണി. കുട്ടികൾ വേറെയില്ലേ, ചെലവ് കഴിയണ്ടേ. ഇവളെ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാ അതുകൊണ്ട് അവറ്റയ്ക്കൊരു ഉപകാരമായി. ഇവിടെ ആയതുകൊണ്ട് അവർക്കൊരു സമാധാനമാ. കാശും പണം ഇല്ലാച്ചിട്ട് വല്ലയിക്കിലും അടിച്ചുകളിക്ക് വിടാൻ പറ്റുമോ? ഒന്നുമില്ലാലും കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഉണ്ണി. എന്താ പുരയ്ക്ക് തീ കൊളുത്താൻ പോവാ? തീപ്പെട്ടി കത്തണില്ല, നനഞ്ഞിട്ടാവും. നനയും നനയും.
അയ്യേ, നഖത്തിലൊക്കെ ചളിയ.